പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സംഘർഷം ഒരു പുതിയ ലോകക്രമത്തിന്റെ ആരംഭത്തിന് കാരണമാകുമെന്ന് മുൻ വിദേശകാര്യ സഹമന്ത്രി എം.ജെ. അക്ബർ വ്യക്തമാക്കി. ഗൾഫ് യുദ്ധ പ്രതിസന്ധിയെക്കുറിച്ച് ANIയോട് സംസാരിച്ച അക്ബർ UN ചാർട്ടറിന്റെ പവിത്രത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ യുദ്ധം ഒരു പുതിയ ലോകക്രമത്തിന്റെ അക്രമാസക്തമായ ഗർഭധാരണമാണ്. ചിലപ്പോൾ പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കാൻ ലോകത്തിന് കുഴപ്പങ്ങൾ ആവശ്യമാണ്. ഐക്യരാഷ്ട്രസഭയെ കൊണ്ടുവരാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അസാധാരണമായ നാശനഷ്ടങ്ങൾ ആവശ്യമായി വന്നു. 1946 നിർവചിക്കപ്പെട്ട UN ചാർട്ടർ ദേശീയ പരമാധികാരത്തിന്റെ പവിത്രതയെ ആഗോള സ്ഥിരതയുടെ കാതലായി പ്രതിഷ്ഠിച്ചു. ആ പവിത്രത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ ഒരിക്കൽ ലംഘിക്കപ്പെട്ടാൽ ഒരു ജനവും സുരക്ഷിതരായിരിക്കില്ലെന്ന് മാർഗരറ്റ് താച്ചറെ ഉദ്ധരിച്ച് അക്ബർ പറഞ്ഞു. അത് സത്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു ജനവിഭാഗവും സുരക്ഷിതരായിരിക്കില്ല എന്ന് ശ്രീമതി താച്ചർ ഒരിക്കൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ ആളുകൾ യാതൊരു മടിയും കൂടാതെ യുദ്ധങ്ങൾക്കായി അതിർത്തികൾ കടക്കുന്നു. ഇന്ന് ആരും വീണ്ടും സുരക്ഷിതരല്ല. ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. പക്ഷേ ഇന്ത്യ അതിനെ രൂപപ്പെടുത്തുന്ന പങ്കാളികളിൽ ഒന്നാകാൻ നല്ല നിലയിലാണ്. ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ കഴിയില്ല. ആ ദിവസങ്ങൾ കഴിഞ്ഞു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയോട് സംസാരിച്ച അക്ബർ ANIയോട് പറഞ്ഞു. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമം ഒരു പൊട്ടിത്തെറിയോടെ തുടങ്ങി ഒരു നിലവിളിയോടെ അവസാനിച്ചു. ആ ഫലം എളുപ്പത്തിൽ പ്രവചിക്കാമായിരുന്നു. കാരണം ഏതെങ്കിലും പരിഹാരം പ്രധാന കക്ഷികൾക്കിടയിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഈ സാഹചര്യത്തിൽ ഞാൻ ഇസ്രായേലിനെ പോലും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇവിടുത്തെ പ്രധാനികൾ അമേരിക്കയും ഇറാനുമാണ്. നേരിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിന് പകരം സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള സൂക്ഷ്മവും സങ്കീർണവുമായ മാർഗങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാരണം സംഭാഷണം തന്നെ ഇരുപക്ഷത്തിനും വളരെ അപകടകരമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ശിലായുഗത്തിലേക്ക് ബോംബ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് ടെഹ്റാനിലെ ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള മെഡിക്കൽ ഗവേഷണ കേന്ദ്രം, തലസ്ഥാനത്തിനടുത്തുള്ള ഒരു പാലം, സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവ ലക്ഷ്യമിട്ട് US-ഉം ഇസ്രായേലും ആക്രമണങ്ങൾ ശക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതേസമയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ക്രൂരമായ അധിനിവേശത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന പ്രഖ്യാപനവുമായി ഇറാനും പ്രതിരോധ രംഗം കടുപ്പിക്കുകയാണ്. ടെഹ്റാനെയും കരാച്ചിനെയും ബന്ധിപ്പിക്കുന്ന ഇറാന്റെ അഭിമാനമായ B1 തൂക്കുപാലത്തിന് നേരെ നടന്ന ആക്രമണത്തിന് സമാനമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് ന്യൂസ് പുറത്തുവിട്ട ഹിറ്റ് ലിസ്റ്റ് മിഡിൽ ഈസ്റ്റിലെ സാമ്രാജ്യത്വ ശക്തികളുടെ അനുകൂല രാജ്യങ്ങളെ വിറപ്പിച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെയും ജോർദാനിലെയും 8 പ്രധാന പാലങ്ങളാണ് ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങൾ. ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാ കടൽപ്പാലം മുതൽ കിങ് ഫഹദ് കോസ്വേ വരെ ഇറാന്റെ മിസൈൽ പരിധിയിലാണെന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്കുള്ള വ്യക്തമായ താക്കീതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.